ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂലൈ മാസം 15-ാം തീയതി, മിഥുനമാസം 31-ാം തീയതി, ചൊവ്വാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും ഉയർന്നു. കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ദിനങ്ങളിൽ കുതിച്ചുയർന്ന സ്വർണ്ണവില ഞായറാഴ്ച മാറ്റമില്ലാതെ തുടർന്നതിന് ശേഷം ഈ ആഴ്ചയിലെ വ്യാപാരം ആരംഭിക്കുമ്പോൾ വീണ്ടും ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയിലാണ് എത്തി നിൽക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്കയാണ് സ്വർണ്ണവില ഉയരാൻ കാരണമെന്നാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. 73,240 രൂപയാണ് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണവില. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ചുങ്കം എങ്ങനെയായിരിക്കും നിശ്ചയിക്കുക എന്നതാണ് ഇനി വിപണിയെ നിയന്ത്രിക്കുക. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഉയർച്ചയ്ക്ക് ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില അല്പം താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നലെ രാവിലെ $3,360 പരിധിയിലായിരുന്ന സ്വർണം $3,350 പരിധിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $3,349. സംസ്ഥാനത്ത് 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,987 രൂപ, 1 പവൻ 79,898 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,490 രൂപ, 1 പവൻ 59,923 രൂപ. ഇന്നത്തെ 916 സ്വർണ്ണവില 1 ഗ്രാം 9,155 രൂപ, 1 പവൻ 73,240 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 125 രൂപ, 1 കിലോ 1,25,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്